പറയും, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും. ആ മാതിരി അത്ര ലൈറ്റായിട്ട് നമുക്കതിനെ കണ്ടാൽ മതി. അതല്ലാതെ ബോധപൂർവ്വം നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഇന്നത് പറയണം എന്നൊരു സ്ക്രിപ്റ്റും ഡയലോഗും ഉണ്ടാക്കി ഒന്നുമല്ലല്ലോ. നിയമസഭയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വർത്തമാനം, ആ വർത്തമാനത്തിന് ഉള്ള റിയാക്ഷൻ അത്രയേ ഉള്ളൂ. അതിനെ ഒരു ഗൌരവപൂർവമായി കാണേണ്ട കാര്യമില്ല. അദ്ദേഹം ശ്രീ രാജന് പോലും അങ്ങനെ ഒരു ചിന്തയില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കുറച്ചുകൂടി അച്ചടക്കം സഭയിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കരുതെന്നുള്ള നിർദ്ദേശം വരെ അതല്ല, അതൊരു റൂൾ ബുക്കിനകത്തെ വ്യവസ്ഥ ഞാൻ പറഞ്ഞതാണ്. അതെല്ലാവരും യോജിക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലേ. കേരളത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള അതിപ്രധാനികളായിട്ടുള്ള നേതാക്കന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ചെറിയ നിസ്സാരക്കാരൊന്നുമല്ല. അപ്പൊ ആ ഗൌരവത്തോടു കൂടി തന്നെ സഭ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ സഭയുടെ ഒരു പൊതു ഡെക്കറുണ്ട്. ആ ഡെക്കറത്തോടെ എല്ലാവരും യോജിക്കുകയും ചെയ്യണം. 138 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സഭയാണ് കേരള നിയമസഭ. ആ പാരമ്പര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ ഈ ട്രാൻസാക്ഷനിലും ഇന്ത്യയിൽ നമ്പർ 1 ആകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അതാണ് മലയാളി സംസ്കാരം. അതാണ് മലയാളികളെക്കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്ത. അതിനോട് നിങ്ങൾ യോജിക്കണം. സഭയിൽ കൈകാര്യം ചെയ്യുന്നത് കാണാറുണ്ടോ? അതൊന്നും സാരമൊന്നുമില്ല. അത് അവരുടെ നമ്മളുടെ ഒരു ഫ്രീ ജേർണലിസത്തിന്റെ കാലമാണ്. അവർക്ക് സോഷ്യൽ മീഡിയ വഴി പറയാം, ട്രോള് ചെയ്യുന്നവർക്ക് ട്രോള് ചെയ്യാം. ആരുടെയും കുലത്തൊഴിൽ അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതേ ഇല്ല. അവർക്ക് ചെയ്യാവുന്ന വഴികളെല്ലാം അവർ നന്നായി കൊണ്ടുപോകട്ടെ. അതാണ് ഈ വള്ളംകളിയിൽ അവധി കൊടുക്കുന്നതിന് മുഖ്യമന്ത്രി ഒരു കാരണവശാലും നൽകൂല എന്നുള്ള സ്പീക്കറുടെ ഔദ്യോഗിക വിശദീകരണമുണ്ടോ? അതിന് ഔദ്യോഗിക വിശദീകരണത്തിന്റെ കാര്യമേ ഇല്ല. കാരണം എന്തോ ഓവർ ഹിയർ ചെയ്തതെന്നാണ്. സത്യം പറഞ്ഞാൽ നിയമപുസ്തകത്തിൽ പോലും ഇവിടെ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് എവിഡൻസ് ആക്ട് അനുസരിച്ച് എടുക്കത്തേ ഇല്ല. ആ കാര്യം പിന്നെ എന്തിനാ ഞാൻ ഗൌരവത്തിൽ എടുക്കാൻ പോകുന്നത്? പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും നടത്തില്ല. ഒരു പ്രതിപക്ഷ അത് ഓവർ ഹിയർ ചെയ്തതാണ്. മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് റെക്കോർഡിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനും അത് കേട്ടതാണ്. പക്ഷേ ഓവർ ഹിയർ ചെയ്ത കാര്യം കൂടി റെക്കോർഡിൽ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നിവൃത്തി? അതെ, അത് പറഞ്ഞ സാഹചര്യം വേറെയായിരിക്കും. അതൊരു ട്രാൻസാക്ഷനാണ്, രണ്ടുപേരും തമ്മിലുള്ള വർത്തമാനത്തിന്റെ ഒരു ട്രാൻസാക്ഷൻ. നമ്മളെന്തിനാ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അത് ആ രൂപത്തിൽ അത് നമ്മൾ എത്താൻ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സ്പീക്കർ, ഈ സർക്കാരിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താങ്കളാണ്. ഇങ്ങനെയുള്ള ഒരു ന്യൂജൻ സർക്കാരാണ്. അല്ല, അതിനൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിയമസഭയാണ്. അത് അഗ്രസീവായിട്ട് പരസ്പരം ഒരു അടിച്ചു വീഴ്ത്തുന്ന ഒന്നല്ല. ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തത് അതിനല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറയും. ഇത് നമ്മളുടെ ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ നീങ്ങും. അതെല്ലാം പൊയ്ക്കോട്ടെ. നമ്മൾ അതേസമയം നമ്മൾ ഒരു മസിൽ പവർ കാണിക്കാനോ ശബ്ദഘോഷം കാണിക്കാനോ അല്ലല്ലോ നിയമസഭ. അതിലോട്ട് പോകാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ എക്സ്പീരിയൻസും നമ്മുടെ നിയമസഭാ അംഗങ്ങൾക്കുണ്ട്. അവരെല്ലാം ഇതിനോട് യോജിക്കുകയും വാക്കൌട്ട് നടത്തുകയാണെന്ന് പറയുമ്പോൾ ഹൈക്കോട്ടെ എന്ന് പറയുന്നത് വലിയ ട്രോളാണ്. അതൊരു സ്പോണ്ടേനിയസ് കമന്റ് മാത്രമല്ല. എന്തിനാ അത് മാത്രം പറയുന്നത്? ഇവിടെ വെച്ച് ഞാൻ സംസാരിച്ചതിനകത്തും അങ്ങനെ ട്രോൾ ചെയ്യണമെങ്കിൽ പലതും ഉണ്ടാകാം. അതല്ലല്ലോ. നിങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയുടെ ലക്ഷ്യമാണ്. നമുക്കതിലോട്ട് പോകാം.